സോൾവ് ദിസ് ചാനലിൻ്റെ സ്വാഗതം. പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് മാത്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ചാനലാണിത്. പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടും. ഇത് കണ്ട് ഷെയർ ചെയ്യുക, ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് കമൻസിലൂടെ അറിയിക്കുക, അതിന് മറുപടി അറിയിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വോളിയം കാൽക്കുലേഷനാണ്. വോളിയം കാൽക്കുലേഷൻ്റെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചോദ്യമായി കടന്നു വരാം. ചോദ്യം ഇതാണ്: 2 മീറ്റർ ഉയരവും 1 മീറ്റർ ആരവുമുള്ള വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു ടാങ്കിലെ വെള്ളം 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരമുള്ള ഒരു ടാങ്കിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ബാക്കിയാകും എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ നമുക്ക് 2 പാത്രത്തിൻ്റെ വ്യാപ്തം കാണേണ്ടതുണ്ട്. ആദ്യത്തെ പാത്രം വൃത്തസ്തംഭാകൃതിയുള്ള ഒരു പാത്രമാണ്, അതുകൊണ്ട് അതിൻ്റെ വ്യാപ്തം ആദ്യം കാണണം. അതിൻ്റെ വ്യാപ്തം കാണുന്ന ഫോർമുല V = πr², h 6 ആരം h ഉയരം, = 3.14 × 1² × h 2 മീറ്റർ. 1 × 1 1, 2, 2 × 3.14 എന്ന് പറയുന്നത് 6.28 മീറ്റർ ക്യൂബ്ഡ്. വേണമെങ്കിൽ ഇത് ഇവിടുന്ന് ലിറ്ററാക്കാം, അല്ലെങ്കിൽ അവസാനം നമുക്ക് ഡിഫറൻസ് ലിറ്ററിലോട്ട് കണ്ടുവരും. തൽക്കാലം ഇതാണ് ഒന്നാം പാത്രത്തിൻ്റെ അല്ലെങ്കിൽ വൃത്തസ്തംഭാകൃതിയുള്ള പാത്രത്തിൻ്റെ വ്യാപ്തം 6.28 മീറ്റർ ക്യൂബ്ഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാത്രത്തിൻ്റെ വ്യാപ്തം കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ പാത്രത്തിൻ്റെ ആകൃതി ഒരു ചതുരസ്തംഭമാണ്. ചതുരസ്തംഭത്തിൻ്റെ വ്യാപ്തം V = L × B × h, നീളം × വീതി × ഉയരം. നീളം തന്നിട്ടുണ്ട് 3 മീറ്റർ, വീതി 1 മീറ്റർ, h 2 മീറ്റർ, = 6 മീറ്റർ ക്യൂബ്. അപ്പോൾ രണ്ടാം പാത്രത്തിൻ്റെ വ്യാപ്തം 6, ഒന്നാം പാത്രത്തിൻ്റെ 6.28. അപ്പോൾ ഇതാണ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് V1, ഇത് V2. V1 - V2 = 6.28 - 6 0.28 മീറ്റർ ക്യൂബ്. ഇത്രയും വെള്ളം ബാക്കിയാവും. ഇത് ലിറ്ററിലോട്ട് മാറ്റണം. ഇത് ലിറ്ററിലോട്ട് മാറ്റി 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 0.28 മീറ്റർ × മീറ്റർ × മീറ്റർ. അപ്പോൾ 100 × 100 × 100 cm³ ബൈ ലിറ്റർ ആക്കാൻ 1000 cc ആണ് 1 ലിറ്റർ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 0 കിട്ടി. ഇവിടെ ബാക്കി 1000 ഉണ്ടാകും. 0.28 × 1000 എന്ന് പറഞ്ഞാൽ 0.28 3 0. ഈ 2 ഡെസിമൽ പ്ലേസ് മാറ്റിയിട്ടാൽ 250 ലിറ്റർ വെള്ളം ബാക്കിയുണ്ടാകും. 280 ലിറ്റർ വെള്ളം ബാക്കിയുണ്ടാകും. ഈ ഒന്നാമത്തെ ടാങ്കിലെ വെള്ളം രണ്ടാമത്തെ ടാങ്കിൽ വയ്ക്കുകയാണെങ്കിൽ 250 ലിറ്റർ വെള്ളം അധികമുണ്ടാകും. നമുക്ക് ഇത്തരം അടുത്ത പ്രോബ്ലം നമുക്ക് വോളിയം കാൽക്കുലേഷന് കടന്നു വരാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ